ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് വിത്ത് മൈ ലാപ്ടോപ്പാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഇതാണ്. കറൻ്റ് ഞാൻ ഈ സിസ്റ്റം എടുക്കുന്നതിന് മുമ്പ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് HP വിക്ടസ് FB50 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇച്ചിരി ഫണ്ണി നെയിമാണ്. അതിൻ്റെ സീരിയൽ നമ്പർ അങ്ങനെയാണ്, അല്ലാതെ അതേ നോക്കില്ല. സോ ഓക്കെ, ഇതൊരു എൻട്രി ലെവൽ ഗെയിമിംഗ് പ്ലസ് എഡിറ്റിംഗ് പ്ലസ് ഓവറോൾ ലാപ്ടോപ്പായിട്ട് നിങ്ങൾക്ക് പറയാം. അത്യാവശ്യം ഹെവി ആയിട്ടൊരു ലാപ്ടോപ്പാണ്. ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ വരും. അതുപോലെ തന്നെ ഇതൊരു RGB ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല. ഇതിന് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഓഫീസ് യൂസിന് ലാപ്ടോപ്പ് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളൊരു ഡെയിലി ഓഫീസ് യൂസ് ലാപ്ടോപ്പ് ആകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ലൈറ്റ് ആയിരിക്കും. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മളതിൽ RGB കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. ബട്ട് ഇതിൽ കുറേ ഗെയിമിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് ഗെയിമിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയില്ല. ഇത് വാങ്ങിച്ചപ്പോൾ 8GB RAM ആയിരുന്നു. ഞാനിത് RAM എക്സ്പാൻഡ് ചെയ്തിട്ട് 16GB ആക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സ്റ്റിൽ 512GB ആണ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഈ പ്രൈസ് സെക്കൻഡിൽ നോക്കുമ്പോൾ മിക്ക ലാപ്ടോപ്പും അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജർ, ഒരു ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്ന Ryzen 5 5600H എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. 8GB RAM ആണ് സ്റ്റോക്കായിട്ട് വരുന്നത്. RTX 3050 4GB DDR6 GDDR6 VRAM ആണ് ഇതിൽ വരുന്നത്. 4GB ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റിയ ഗെയിംസ് എന്ന് വെച്ചാൽ വാൾറൻ്റൊക്കെ നിങ്ങൾക്ക് നല്ലൊരു FPS കിട്ടും. പിന്നെ അസാസിൻ ക്രീഡ് വൽഹല്ല അത്യാവശ്യം 80 FPS പ്ലേയബിളാണ്. GTA 5 പ്ലേയബിളാണ്. എല്ലാ 1080p മിക്ക AAA ഗെയിംസും 1080p പ്ലേയബിളായിട്ട് തന്നെയാണ് ഈ ഒരു ലാപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാക്കിലാണ് ഇതിൻ്റെ വെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിൽ ഇവിടെ സൈഡ് വെൻസും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായിരുന്നാലും ഒരു കൂളിംഗ് പാഡ് ഗെയിം കളിക്കുന്ന സമയത്ത് വേണം. പിന്നെ ഡെയിലി യൂസേജിന് ഇത് നിങ്ങളിപ്പോൾ ഓഫീസ് പർപ്പസിനൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. പിന്നെ G-Sync അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നുന്നത്. 1 ഇയർ ആയിട്ട് എനിക്ക് ഇതിൽ പറ്റിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പോലെ പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് റീഫർബിഷ്ഡൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ പുതിയ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 40-50 കാർഡ്സോ അല്ലെങ്കിൽ ഇപ്പം 5000 സീരീസൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ GPUs വരുന്ന ലാപ്ടോപ്പ് ഇതിനെക്കാട്ടി നല്ല പ്രൈസിന് കിട്ടും. എനിക്കിത് ആ ഒരു സമയത്ത് മേടിച്ചപ്പോൾ അറൗണ്ട് 65 to 70K അകത്താണായിട്ടുള്ള. കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ലാപ്ടോപ്പാണ് ആദ്യത്തെ ടൈമിൽ. സോ HP വിക്ടസ് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളി യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു.